ബി.ജെ.പി. സമരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ലാത്തിയം കൊടുത്ത് ഒരു പറ്റം പേരെയാണ് പോലീസ് യൂണിഫോമിൽ ഇറക്കിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞവരാണ് ഈ ഇന്ത്യൻ ജനത. എന്തായാലും സമരവും കഴിഞ്ഞ് മന്ത്രിയെ രാജിവെപ്പിച്ചപ്പോൾ ബി.ജെ.പി. സമരം വിജയിച്ചു. അതോടെ പാർലമെന്റിൽ സംസാരിക്കാനാവാതെ ആ പടി കയറാതെ രഹസ്യ കേന്ദ്രത്തിൽ അങ്ങനെ ചുരുണ്ടുകൂടുകയാണ് ആഭ്യന്തരമന്ത്രി. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത ജന്തർ മന്ദിറിൽ നിന്ന് വരുന്നത് ഒരു ഭീകരൻ നുഴഞ്ഞു കയറിയെന്നാണ്. അയാൾ ലക്ഷ്യം വെച്ചത് ബംഗാൾ മുഖ്യമന്ത്രി കൂടിയാണ്. ഇവിടെയുള്ള പ്രത്യേകത, എങ്ങനെ ഒരു ഭീകരന് പോലീസ് യൂണിഫോമിൽ ജന്തർ മന്ദിറിൽ ഭീകരപ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം അവിടെ എങ്ങനെ ഉണ്ടായി എന്നതുമൊക്കെയാണ്. വിദ്യാർത്ഥികൾ ആരും യൂണിഫോമിൽ വന്നിട്ടില്ല. പിന്നെ വന്നത് താടിയുള്ള, കയ്യിൽ ചരടുള്ള കുറെ ആളുകളാണെന്ന് മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞതുമാണ്. ഇത് മനസ്സിലാക്കി ഭീകരനും ആ സംഘത്തിൽ ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റ് ബംഗാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അടുത്തിടെ നടത്തിയ നിർണായക അറസ്റ്റുകളോടെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ ഭീകര ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ജയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള പ്രധാന സൂത്രധാരൻ മുഹമ്മദ് ഹമീം മൊണ്ടലിനെയും ഇയാളുടെ കൂട്ടാളിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അർപ്പിത സർക്കാരിനെയുമാണ് അന്വേഷണ സംഘം വലയിലാക്കിയത്. പൂർവ്വ ബർധമാൻ ജില്ലയിൽ വെച്ച് ഹമീം പിടിയിലായപ്പോൾ ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ചിൽ നിന്നാണ് അർപ്പിത സർക്കാരിനെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കസ്റ്റഡിയിലെടുത്തത്. ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന ബി.ജെ.പി. പ്രക്ഷോഭങ്ങൾക്കിടയിലേക്ക് പോലീസ് യൂണിഫോം ധരിച്ച് നുഴഞ്ഞു കയറാനും അവിടെ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ക്രമസമാധാനം തകർക്കാനും ഹമീമിന് വിദേശത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ ഇരുവരും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന ഞെട്ടിക്കുന്ന തെളിവുകളും പുറത്തുവന്നു. പാകിസ്ഥാനിലെ പ്രശസ്തമായ ഷെഹസാദ് ഭട്ടി ഗാംഗുമായി ബന്ധപ്പെട്ട റാണ, ഉസേർ, ആബിദ് ഭട്ട്, ഹമദ് തുടങ്ങിയ 4 പ്രധാന ഓൺലൈൻ ഹാൻഡലർമാരുമായി ഇവർ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ UK, മെക്സിക്കോ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ച് വാട്സ്ആപ്പ്, ടെലിഗ്രാം, എലിമെന്റ് X, സെഷൻ എന്നീ അതീവ സുരക്ഷിതമായ എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകൾ വഴിയായിരുന്നു ഇവർ വിവരങ്ങൾ കൈമാറിയിരുന്നത്. ഡൽഹിയിലെ അക്രമ പദ്ധതികൾക്ക് പുറമെ ബംഗാൾ രാഷ്ട്രീയത്തിലെ ഉന്നതരെ അപായപ്പെടുത്താനും ഇവർ പദ്ധതിയിട്ടിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യാത്രാ വഴികളും സുരക്ഷാ സംവിധാനങ്ങളും ഇവർ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പാക് ഹാൻഡലർമാർക്ക് നൽകി വരികയായിരുന്നു. ഇതിനു പുറമെ വൻതുക തട്ടിയെടുക്കാനും ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനുമായി ഹണി ട്രാപ്പ് പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്തു. വെസ്റ്റ് ബംഗാൾ സംസ്ഥാന സഹമന്ത്രി ഉമേഷ് റോയിയുടെ മകനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിയെടുക്കാനുള്ള പദ്ധതിക്കിടയിലാണ് അന്വേഷണ സംഘം ഇവരുടെ ഭീകര ബന്ധങ്ങളിലേക്ക് എത്തുന്നത്. ഇൻഫ്ലുവൻസറായ അർപ്പിത സർക്കാരിനെ ഉപയോഗിച്ച് ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുമായിരുന്നു നീക്കം. എന്നാൽ ബംഗാൾ STFന്റെ കൃത്യമായ ഇടപെടൽ കാരണം രാജ്യത്തെ ഞെട്ടിക്കുമായിരുന്ന വൻ ഭീകരാക്രമണ പദ്ധതിയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്.